നമ്മൾ ഒരുപാട് നാളായില്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മളെ കുഞ്ഞാപ്പക്കുട്ട അതായത് അമ്പുടുക്കുട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ മക്കൾക്ക് രണ്ടാക്കും വയ്യായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാൻ. അപ്പോൾ നമുക്ക് നിന്ന് ക്ലീൻ ചെയ്യാം. കുറേ നാളെ ഇപ്പോൾ 1-2 ആഴ്ചയായി നമ്മൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാം. നമുക്ക് കൂടുതലായിട്ട് വരുന്ന റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീൻ വീഡിയോ ചെയ്യാനാണ്. കൂടുതലെന്ന് വെച്ചാൽ നമ്മളെ വ്യൂസ് പോകുന്നതും നമ്മൾ ക്ലീനിങ് വീഡിയോസിനൊക്കെ കേട്ടോ. ഞാൻ അല്ലാതെ കണ്ടൻറ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്ത് നോക്കി, പക്ഷേ അതിനൊക്കെ വ്യൂസ് കുറവ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് നോക്കാം. ഓക്കെ, നല്ല അലർജീൻ്റെ വിഷയമുള്ളതുകൊണ്ട് എനിക്ക് പ്രവർത്തിച്ചിട്ട് നമ്മൾ ഈ ഷാൾ എടുത്തിട്ട് കെട്ടാം, അതാവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നല്ല വിത്ത് കിട്ടും. ഇങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കെട്ട്. ജസ്റ്റ് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പുറപ്പെടാം. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും ഞാനെന്താ ഈ വേഷത്തിൽ നിന്ന്. വേറെ ഒന്നുമല്ല, നമുക്ക് റിക്വസ്റ്റ് വന്നൊരു കാര്യം കേട്ടോ. വൈറ്റ് തോർത്തോ ഷോളോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു ക്ലീനിങ് വ്ളോഗ് ചെയ്യാൻ. ഞാൻ നോർമലി ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ക്ലീനിങ് ചെയ്യാറ്. അപ്പോൾ നമ്മളവിടെ എന്തായാലും പറഞ്ഞിട്ട് 2-3 വട്ടമായിട്ട് പറയുന്നതാണ്. അപ്പം നമ്മൾ കേട്ടില്ല എന്ന് വേണ്ട. അപ്പോൾ ഈ വീഡിയോ ആ കമൻ്റ് ഇട്ട ആൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ കുറേ ആയിട്ട് ക്ലീനിങ് വീഡിയോസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് കമൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതാ നമ്മൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ആകെ മാറാലൊക്കെ വല്ലാതൊന്നുമില്ല, നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ മക്കൾസിന് പൊടിയെന്നൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിടും എപ്പോഴും. അതുകൊണ്ട് വലിയ ഇതായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫാനുമത്ത് മാറാല തട്ടിയും കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തട്ടിക്കളയാട്ടോ. നമ്മൾ ഹൈറ്റ് കുറച്ച് വിഷയമാണ്. ആരെങ്കിലും ഒരാൾ ആണുങ്ങളാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എത്തുന്നിടത്തൊക്കെ ഞാൻ തുണി നനച്ച് നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊക്കെ തന്നെയാവില്ലേ ക്ലീൻ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളെ നോമ്പ് തുടങ്ങാറായി, എല്ലാ സ്ഥലത്തും നനച്ചോളി ഒക്കെ തുടങ്ങി കാണും. അപ്പം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഒരു വലിയൊരു കുന്നെടുത്ത് ചുമക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന സമയം ഓരോരോ സെക്ഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കി വയ്ക്കുക. അതായത് രാവിലെ കുറച്ച് നേരത്തെ വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങാം. അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡും കാര്യങ്ങളും വെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നടക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മളെ കബോർഡും കാര്യങ്ങളും വൃത്തിയാക്കാണ്ട് അത് നമുക്ക് വേറൊരു ദിവസം വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എങ്ങനെ തുണികൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല വൃത്തിക്ക് മടക്കി വയ്ക്കുക എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ ഇതാ നമ്മളൊരു തല വൃത്തിയാക്കി വരുമ്പോഴേക്കും അടുത്ത തല നാറ്റിക്കാനായിട്ട് നമ്മൾ അമ്പുടുക്കുട്ടുണ്ട്. അമ്പുടുവിന് ഞാൻ അച്ചപ്പം കഴിക്കാൻ കൊടുത്തത്. ആശാൻ അതൊക്കെ കൊണ്ട് വെതറിയിട്ടു. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി പാത്രത്തിലിട്ട് കൊടുത്തു. അവൻ്റെ കയ്യിൽ തന്നെ പാത്രം കൊടുത്തു. അവൻ 2 പെറുക്കിയിട്ട് ബാക്കിക്ക് ഞാൻ പെറുക്കി എടുത്തിട്ട് ആ ഗ്യാപ്പിൽ പിന്നെ ഇതാ നമ്മൾ മാറാല തട്ടുന്നത് എടുത്തുകൊണ്ട് വന്ന് അവൻ അങ്ങനെ കളിക്കുന്നത്. ഞാനും അമ്പുടും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ അനിയനെയും കാണാം. അവന് പുറത്ത് പോയി ഇടയ്ക്ക് വരുന്ന ആ ഗ്യാപ്പിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന കേട്ടോ. പിന്നെ ആൾക്ക് വലിയ വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. പിന്നെ നമ്മളെ കുഞ്ഞാപ്പിക്ക് വയ്യായിരുന്നു, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യം വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് അടുക്കളയിൽ ഒരു കുന്നോളം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ആ കൊട്ട നിറച്ചും കഴുകി ഒക്കെ ഒതുക്കി വെച്ച് അടുക്കള ക്ലീൻ ചെയ്യുമ്പോഴെന്നാൽ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി. എനിക്ക് ക്ലീനിങ്ങും നടക്കും, പിന്നെ വീഡിയോ ആവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കൊണ്ടുവച്ചത് കേട്ടോ. വീഡിയോ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇപ്പോൾ ഈയിടെയായിട്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കമൻറ്റ്സ് വരുന്നുണ്ട്, ലെങ്തി വീഡിയോ ചേച്ചി ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. എനിക്ക് ആ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ആരാ എന്താ ഒന്നും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ കമൻറ്റ്സൊക്കെ കാണുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇൻസ്പിറേഷനായിട്ടോ. 1-2 കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് കാണുമ്പോൾ വല്ലാത്തൊരു ഇതാട്ടോ. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്തിടാനും ഒക്കെ നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മളെ ചില വീഡിയോസൊക്കെ ഇപ്പോൾ 1K മേലെ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ
കാരണം നമുക്ക് കുറഞ്ഞ ദിവസത്തിനുള്ളിലൊക്കെയാണ് 1K ഒക്കെ പോയിട്ട് ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിലൊക്കെയാണ് തോന്നുന്നത് എനിക്ക് ആ വീഡിയോ 1Kൻ്റെ മേലെ പോയിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ എപ്പോഴും എടുത്ത് നോക്കും, ആ വീഡിയോയ്ക്കകത്ത് എന്താണുള്ള ഇത്ര മാത്രം. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസൊന്നും ഒരു 500ന് മേലെ പോവാറേ ഇല്ല. ചിലത് അതിൻ്റെ താഴെ, ചിലത് 80-70 വ്യൂസിൽ ഇപ്പോഴും കിടക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളേൻ്റെ കോലം കണ്ടിട്ടൊന്നും ആരും ഞെട്ടണ്ട കേട്ടോ. ഇതിലും അലമ്പായിട്ട് കിടക്കുമായിരിക്കും ചിലപ്പോൾ. കാരണം നമ്മൾ ഈ കുഞ്ഞൂസിനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. രാവിലെ 6 മണിക്ക് അടുക്കളയിൽ കയറിയത്. രാവിലത്തെ കാര്യങ്ങളും ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ്ങിന് പോകുന്നത്. കാരണം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ. ഒരു മൂഡ് തോന്നിക്കഴിഞ്ഞാൽ ഒക്കെ ചെയ്യും. തോന്നിയില്ലെങ്കിൽ അത് അവിടെ കിടക്കും. എത്ര നാറി കിടന്നാലും അതതുപോലെ കിടക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും കുഴക്കങ്ങളൊക്കെയാണ്. ബ്ലഡ് ലെവലൊക്കെ പറ്റ കുറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കലക്കി കുടിക്കും. ഒരു ദിവസം ഒരു വട്ടെങ്കിലും കലക്കി കുടിക്കും. നമുക്ക് നമ്മളെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. മക്കളെ പിന്നാലെ അങ്ങനെ നടന്ന് ഞാനൊരു കോലായി. എല്ലാവരും അറിയുന്ന ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ആകെ ക്ഷീണിച്ചൊരു കോലായി എന്ന്. ഇനിയിപ്പോൾ എന്തായാലും ആരോഗ്യം നോക്കണം. എപ്പോഴും കരുതും, എന്നും കരുതും ആരോഗ്യം നോക്കണം എന്ന്. എവിടെ 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം പിന്നെയും പഴയ മാതിരി തോന്നിയ സമയത്തുള്ള ഫുഡ് അടിയും തോന്നിയ സമയത്തുള്ള ഉറക്കമൊക്കെ ആയിട്ട് പറച്ചിലായിട്ടാണ് ഞാൻ മാത്രം കുഞ്ഞിനെ നോക്കുന്നത് തോന്നും. അല്ല, എന്നെക്കാളും നന്നായിട്ട് അമ്മേൻ്റെ കയ്യിലാട്ടോ മക്കൾ 2 ഇരിക്കുന്നത്. ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ സേഫായിട്ട്, അവർക്ക് ഏറ്റവും സെക്യൂർഡായിട്ട് ഇരിക്കുന്നവരാ എൻ്റെ അമ്മേൻ്റെ കയ്യിലാട്ടോ. ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ അവർക്ക് തിരിച്ചുകൊണ്ട് എന്നെക്കാളും അടുപ്പം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്മേനോട്. ഞാനില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അമ്പുടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന സമയത്തൊക്കെ നമ്മൾ ഇച്ചൂസ് അമ്മേൻ്റെ കൂടെ വീട്ടിൽ ഒറ്റയ്ക്ക് നോക്കും, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ അലമ്പ് സൗണ്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമ്മളിപ്പോൾ കുഞ്ഞൂസ് ഉറങ്ങുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പം തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അമ്പുഡോസ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം വലിയ വഴക്കൊന്നുമില്ല. ആ വെള്ളം ഇങ്ങനെ പിടിച്ച് നനച്ച് കളിക്കുക. ഞാൻ തപ്പി വീഡിയോ കാണുമ്പോഴാട്ടോ അതൊക്കെ കാണുന്നത്. എന്തായാലും അവൻ വലിയ വഴക്കൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ അടുക്കളയിൽ കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതുന്നുണ്ട്. എന്തായാലും ഒക്കെ നടക്കും ഒരു ദിവസം അല്ലേ. എല്ലാം ഒന്ന് ശരിയാക്കണം. നമ്മളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ 2 വട്ടം പ്രളയത്തിൽ മുങ്ങിത്താന്ന വീടാട്ടോ. അപ്പോൾ അത് നമ്മൾ അതുകൊണ്ട് ഇതിലേക്ക് വല്ലാതെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാത്ത. ഇനിയും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെയാവും നഷ്ടം. അതുകൊണ്ട് നമ്മൾ വലിയ കാര്യത്തിലൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതുന്നു. നമുക്ക് പിന്നെ മെല്ലെ ഒരു കുഞ്ഞു വീടെന്ന സ്വപ്നമൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കട്ടോ. ആകെ കരിയും പുകയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാ മാറാലൊക്കെ തട്ടി എല്ലാത്തിനും കൂടെ എൻ്റെ കുഞ്ഞിച്ചക്കനുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞിച്ചക്കൻ കണ്ടില്ലേ ഓരോന്ന് കാണിക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധിക്കുന്നുണ്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ആ സമയത്താണ് നമ്മൾ തോറ്റുപോകുന്നത്. നമ്മളെല്ലാം ചെയ്യാൻ പറ്റും, എല്ലാത്തിനോടും പൊരുതി ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് കാട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാലും നമ്മൾ ജയിച്ചു പോകും. അത് പറയുന്ന പരമ സത്യാട്ടോ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ. ഞാനൊരിക്കലും എനിക്കൊരാൾ കൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ടിരുന്നത് ഞാൻ. ഇപ്പം ഞാൻ എന്താ ഒറ്റയ്ക്ക് ഏറെക്കുറെ എന്നെക്കൊണ്ട് പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം മക്കളെ കാര്യം, അതിൽ ഉപരി വീട്ടിലെ കാര്യം. ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതും കരുതിയിട്ട് ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഞാനെങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു വീട്ടിലെ സകല പണി ചെയ്തിട്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും പോകുന്നത്. ഞാൻ ഇവിടെ അമ്മ പണിക്ക് പോകുന്നതാണ്. അമ്മേനെ കൊണ്ട് എല്ലാ പണിയും ചെയ്യുന്നത് മോശമല്ലേ. പിന്നെ മക്കളെ കാര്യം നോക്കാണ്ട്, വീട്ടിലെ കാര്യം നോക്കാനുണ്ട്, ഫുഡ് ഉണ്ടാക്കണം, തുടയ്ക്കണം. ഞാൻ കാര്യമായിട്ട് ചെയ്യാത്ത കാര്യം മിറ്റടിക്കായിരുന്നു. ഞാൻ മിറ്റടിക്കലേ ഇല്ല, അത് സത്യമാണ്. എപ്പോഴെങ്കിലും അടിച്ചു. കാരണം എനിക്ക് ചെറിയ നടുവേദനയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പറ്റിയ ഇതാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഡെലിവറി സ്റ്റോർ ചെയ്യാം. എനിക്ക് ആഗ്രഹമുണ്ട്, നോക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടൊക്കെ വന്നൊരു ഇതാണ്. പിന്നെ അതിൻ്റെ പുറമെ ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എത്തണം എന്നുള്ളൊരു തോന്നൽ വന്നേ പിന്നെ കേട്ടോ മടിയൊക്കെ മാറി എല്ലാം. അതായത് പിന്നെ അതിനേക്കാളൊക്കെ വലുതായിട്ട് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉഷാറാവാൻ തുടങ്ങിയതാ. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ്
ബാക്കി തുണികൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും വാഷിംഗ് മെഷീനിലിട്ട് ബാത്റൂമൊക്കെ നന്നായിട്ട് തേച്ച്. ബാത്റൂം കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, ഞാൻ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ കരുതി വേണ്ടാന്ന് കരുതി. പിന്നെ അതായത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ അമ്പൂടെ കൂടെ നമ്മൾ കുളിപ്പിച്ചില്ല, അമ്പൂടിനൊന്ന് നനച്ച് തുടച്ചെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ആശാനെയും കൊണ്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെറുതെ ഉപ്പും മുളകും മഞ്ഞളും കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ട് 2 വിസിലടിച്ച് ഓഫാക്കി വെച്ചതാട്ടോ. എൻ്റെ ഒരുക്കം കണ്ടിട്ടൊന്നും ഇതാക്കണ്ട. ഞാൻ മിക്ക ദിവസവും വീഡിയോ ചെയ്ത് ഇങ്ങനെ കുളിച്ച് കെട്ടി വരുമ്പോൾ മിക്കതിലും കമൻറ്റ് വരുന്നതാണ് ഹെയർ കെട്ടുന്ന വീഡിയോ ചെയ്യാൻ. ഇപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്യേണ്ടല്ലോ, ഈ കൂട്ടത്തിൽ അതും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നോർമലി എല്ലാവരും കെട്ടുന്ന പോലെ തന്നെ കെട്ടാറുള്ളൂ. പിന്നെ ഇതിനകത്ത് എത്ര പ്രത്യേകത എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പറഞ്ഞാക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നേരെ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇതാ കുക്കറിൽ ഞാൻ പറഞ്ഞ ചിക്കനൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അമ്പുഡൂസിനെ പോയി കൊണ്ടുവരാം. അമ്പുഡൂസ് അവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അത് അമ്പുട് ചെക്കനെ കൊണ്ടുവന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അമ്പുട് ഫോൺ കണ്ടിട്ട് ഭയങ്കര ഇതാട്ടോ. അമ്പുട് കുട്ടനാണെന്നുണ്ടെങ്കിൽ ഫോൺ കണ്ടിട്ട് ഭയങ്കര ഇതാട്ടോ. ആൾക്കിപ്പോൾ ഫോണ് വേണം, ഫോ എന്നും പറഞ്ഞ് നടക്കലാണ് പരിപാടി. ഫോണൊന്നും കൊടുക്കണ്ട കേട്ടോ കുഞ്ഞു മക്കൾക്ക്, പ്രത്യേകിച്ച് ഒരു 3 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഒട്ടും ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഏട്ടൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം ഞാൻ ഫോൺ കൈ കൊണ്ട് നടക്കണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നല്ല ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കുക. നമ്മൾ അവരെ വാശിന്തും നിയന്ത്രിക്കുക, നമ്മളെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കേട്ടോ പിന്നീട് അതിൻ്റെ ദോഷം. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള, എൻ്റെ കുഞ്ഞിൻ്റെ അല്ല, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലായ സമയത്ത് ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുള്ള അതിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. കാരണം കുട്ടികളൊക്കെ എത്രമാത്രം ഫോണിൽ അഡിക്റ്റഡ് ആണെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ആ സമയത്താട്ടോ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ആ ചട്ടി ചൂടായപ്പോൾ അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ റെഡി. അതിന് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ചോറും മത്തങ്ങക്കറിയും കോവയ്ക്കുപ്പേരും പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. ഞാനും അമ്പടും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഒരു യുദ്ധം വെട്ടി കഴിച്ചു. ആശാനം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണേ. ഞാൻ ഇപ്പോൾ തുടച്ചിട്ടതുകൊണ്ട് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ കൊടുത്തേ, ടാറ്റ ഒരു മുമ്പെടുത്തേ. ഇവിടെടുത്തേ ടാറ്റാ. നമ്മളെ ചുമണി ഇവിടെ ഇല്ല കേട്ടോ. ചുമണി കറങ്ങാൻ പോയതല്ലേ. ചേട്ടാ ഇവിടെ പോയി ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ.